അസ്സലാമലൈക്കും. സ്നേഹമുള്ളവരെ, നാം എല്ലാവരുടെയും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രകൾ വിശ്വാസികളായ അള്ളാഹുവിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനാകാൻ ശ്രമിക്കുന്ന സർവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ലോകത്ത് ധാരാളം മനുഷ്യർ പല മതങ്ങളിലൂടെ മുന്നേറുമ്പോൾ മതങ്ങളെ നിഷേധിച്ചു കൊണ്ടുപോകുന്ന മറ്റൊരു വിഭാഗവും ഈ ലോകത്തുണ്ട്. രണ്ടു കൂട്ടരും ഒരേപോലെ അവരവരുടെ ജീവിതശൈലികളിലൂടെ മുന്നോട്ട് കടന്നു പോകുന്നു. രോഗമുള്ളവരും പ്രയാസങ്ങളുള്ളവരും പ്രാർത്ഥന കൊണ്ടും, എങ്കിൽ നിരീശ്വരവാദികളായ മറ്റുള്ളവർ പ്രാർത്ഥനയില്ലാതെയും രണ്ടു കൂട്ടരും ഹോസ്പിറ്റലുകളൊക്കെ സന്ദർശിച്ചുകൊണ്ട് മരുന്നും മറ്റിതര കർമ്മങ്ങളുമൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിശ്വാസികളായവർ ഹോസ്പിറ്റലിനെ മാത്രം സമീപിച്ചുകൊണ്ട് മുന്നേറി ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ചാൽ ദൈവത്തെ വിശ്വസിക്കുന്നവരും ഇവിടെ ജീവിക്കുന്നു, ദൈവവിശ്വാസമില്ലാത്തവനും ഇവിടെ ജീവിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചിന്ത ചിലർക്ക് കടന്നു വരും. നിരീശ്വരവാദികളൊക്കെ ഇവിടെ ജീവിക്കുന്നു, കുറ്റം പറയുന്നു, പരിഹസിക്കുന്നു, കളിയാക്കുന്നു, ദൈവത്തിനെ ഏറ്റവും അധികം മ്ലേച്ഛമായ രീതിയിൽ പരിഹസിക്കുന്നു, പ്രവാചകനെ നിന്ദിക്കുന്നു. ഇവർക്കൊന്നും ഒന്നും സംഭവിക്കുന്നില്ലേ? ഖുർആൻ വലിയ കറാമത്തിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നമ്രൂദിനെ, ഫറോവയെ ഒക്കെ നശിപ്പിച്ച ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഈ കാലത്ത് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ, ഈ നിരീശ്വരവാദികൾക്ക് അല്ലെങ്കിൽ പ്രവാചകനെ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ പരിഹസിക്കുന്നവർക്കൊന്നും ഒന്നും സംഭവിക്കാത്തത് എന്താണ്? അപകടങ്ങളൊന്നും പറ്റാത്തത് എന്താണ്? ദൈവം എന്താ കണ്ണടച്ചിരിക്കുകയാണോ? അല്ലെങ്കിൽ ദൈവമില്ലേ എന്നൊക്കെ സ്വാഭാവികമായിട്ട് സംശയിച്ചു പോകും. ഇപ്പോൾ വയനാട് ദുരന്തം നടന്നു. ഒരുപാട് ആളുകൾ അവരുടെ വീടും കുടുംബവും എല്ലാം എന്താ പറയുക, ഒരു സ്ലേറ്റിൽ ഒരുപാട് അക്ഷരങ്ങൾ എഴുതിയിട്ട് അത് മായ്ച്ചു കളയുന്നത് പോലെ മായ്ച്ചു കളഞ്ഞു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അവിടെയും മനുഷ്യരല്ലേ, ദൈവത്തിൻ്റെ കരുണ അവിടെ ഉണ്ടായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സംശയമുണ്ടാകില്ല, എങ്കിൽ അല്പവിശ്വാസിക്ക് ഒരു ആശയക്കുഴപ്പം സ്വാഭാവികം. നിരീശ്വരവാദികൾ പൂർണ്ണമായിട്ടും ഇത് കണ്ടുകൊണ്ട് ദൈവം എവിടെ പോയി, ഇപ്പോൾ ദൈവം നിങ്ങളെ രക്ഷിക്കാൻ വന്നു, ഇത്തരം ചോദ്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ ലോകത്ത് ജനിച്ച എല്ലാവരും മരിക്കാൻ വേണ്ടി തന്നെ ജനിച്ചവരാണ്. ഓരോ വ്യക്തികൾക്കും പല രീതിയിലാണ് മരണങ്ങൾ വന്ന് സംഭവിക്കുന്നത്. നമ്മൾ ഈ അടുത്ത് ഒരു വാർത്ത കണ്ടു. ഈ വയനാട് തന്നെ ദുരന്തത്തിൽ ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ടു പോയ സംഭവവും, ആ പെൺകുട്ടിക്ക് ജീവിതം നൽകാൻ വന്ന ഒരു പുരുഷനും അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ട് കൊണ്ട് വീണ്ടും ആ പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം വളരെയധികം വേദനയോടുകൂടിയാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ആലോചിക്കാൻ തോന്നും, ദൈവം ഇത്രയ്ക്ക് ക്രൂരനാണോ? ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഈ ലോകത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു കാരണമുണ്ട്. അതിന് നമ്മൾ വൃക്ഷങ്ങൾ നോക്കിയാൽ മതി. എപ്പോഴും മാവിൽ മാങ്ങയുണ്ടാകുന്നില്ല, എപ്പോഴും പ്ലാവിൽ ചക്കയുണ്ടാകുന്നില്ല. അപ്പോൾ എന്നും നമുക്ക് സന്തോഷം ഉണ്ടാകണമെന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ദൈവ സൃഷ്ടിയിൽപ്പെട്ടതാണ് ഇതെല്ലാം.
എല്ലാ ജീവജാലങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളോടാണ് ഇപ്പോൾ എൻ്റെ സംസാരം. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെല്ലാം. അപ്പോൾ ദൈവം ഓരോ സൃഷ്ടിക്കും ഓരോ നിയമങ്ങൾ അല്ലെങ്കിൽ ഓരോ വളർന്നു വരാനുള്ള ഓരോ സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് വൃക്ഷം എന്ന് പറയുന്നത്. അത് വളർന്ന് വലുതായി തളിർത്ത് പൂവിട്ട് അതിൽ ഫലങ്ങളുണ്ടാകുന്നു, വീണ്ടും അതില്ലാതെയാകുന്നു, പിന്നെയും ഉണ്ടാകുന്നു, ഇല്ലാതെയാകുന്നു. അങ്ങനെ ഇല്ലാതെയാവുകയും ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതിലുള്ള ഫലത്തിന് ഒരു മാർക്കറ്റിംഗ് ഉള്ളത്. എന്നാൽ അതിലെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു വിലയില്ലാതെയായി പോകും. അപ്പോൾ ജീവിതത്തിൽ എന്നും സന്തോഷമാണെങ്കിൽ സങ്കടങ്ങൾ തീരെ അറിയാതെ പോകണമെങ്കിൽ നമുക്ക് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാനും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനും ആ യാത്രയിലൂടെ ദൈവത്തെ തിരിച്ചറിയാനും നമുക്കെപ്പോഴും വേദനകൾ ആവശ്യമാണ്. ഒരു കണ്ണീരുണ്ടെങ്കിലേ ഒരു സന്തോഷത്തെ നമുക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഓരോ കണ്ണീരും ഓരോ സന്തോഷത്തിന് വേണ്ടിയാണ്. ആ സന്തോഷം നമുക്ക് പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ കണ്ണീരില്ല. ഞാൻ ഈ അടുത്ത് കുറച്ച് ആളുകളോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കുട്ടിയായി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി കരഞ്ഞുകൊണ്ടാണ് അവൻ്റെ കാര്യങ്ങൾ നേടുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് കരയുമ്പോൾ ആ കുട്ടിക്ക് എന്താണോ ആവശ്യം അതിൻ്റെ രക്ഷിതാക്കൾ വന്ന് ആ കുട്ടിയുടെ വിഷയം മനസ്സിലാക്കി അതിന് വേണ്ടത് കൊടുക്കുകയാണ്. ആ കുട്ടിക്ക് എല്ലാ ചോദ്യങ്ങളും കരച്ചിലിലൂടെയാണ്. ആ കരച്ചിൽ കാണുമ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടിയാണോ കരയുന്നത് അതിനുള്ള പരിഹാരം ആ രക്ഷിതാവ് ചെയ്യുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് ഉത്തരം കിട്ടുന്നു. ഒരു പണിയും എടുക്കാതെ അവിടെ കിടന്നുകൊണ്ട് കരയുന്നു. കുട്ടിക്ക് വേണ്ടതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനെ സന്തോഷിപ്പിക്കാനും അതിനെ ശുദ്ധീകരിക്കാനും ശുദ്ധിയാക്കാനും ഉറക്കാനും ഉറങ്ങാതെ ഇരുന്നു കൊണ്ടാണ് ഒരു മാതാവ് ആ കുട്ടിയെ നോക്കിക്കാണുന്നത്. അങ്ങനെ എല്ലാ പ്രൊട്ടക്ഷനോടു കൂടിയും ആ കുട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ കരച്ചിൽ നിന്ന് ആ കുട്ടി സംസാരിക്കുന്നുവോ അന്ന് ആ കുട്ടിയുടെ സംരക്ഷണം ആ കുട്ടിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന സാഹചര്യമാണ് പിന്നെ ഉണ്ടാകുന്നത്. പിന്നെ ആ കുട്ടിക്ക് വേണ്ടതെല്ലാം ആ കുട്ടി തന്നെ കണ്ടെത്തേണ്ട സാഹചര്യത്തിലേക്ക് പിന്നെ കടക്കും. വളർന്നു വരുന്നതിനനുസരിച്ച് പല കാര്യങ്ങളും സ്വന്തമായി തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട സാഹചര്യത്തിലാകുകയാണ്. പക്ഷെ ഒരു കുട്ടിയായി തന്നെ തുടരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എല്ലാത്തിനും ഒരു കരച്ചിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം കിട്ടുമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സൂഫി എന്ന് പറയുന്ന കഥയിലേക്ക് വരുമ്പോൾ അവർക്ക് എല്ലാം ലഭിക്കുന്നത് അവരെന്നും ആ സങ്കടം സന്തോഷത്തോടുകൂടി സ്വീകരിച്ചത് കൊണ്ടാണ് അവരുടെ ഓരോ മൗനവും അള്ളാഹു തിരിച്ചറിയുകയും അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ, പ്രയാസങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, ദുരിതങ്ങൾ വരും, പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്ത് കടന്നു പോകാനുള്ള ഓരോരോ പ്രൊട്ടക്ഷൻ അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളത് അനുഭവത്തിലൂടെ ഒരുപാട് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു നല്ല ഒരു കൂട്ടായ്മ എൻ്റെ നാട്ടിൽ ഈ മതപരമായിട്ടുള്ള വിശ്വാസികൾ എല്ലാവരും വളരെ സ്നേഹത്തോടെ ഐക്യത്തോടെ ഒരുമയോടെ നിന്ന ആ ഒരു സൗഹൃദത്തെ ഒറ്റൊരു ദിവസം കൊണ്ട് കാറ്റിൽ പറപ്പിച്ച, എല്ലാവരെയും തമ്മിൽ ഭിന്നിപ്പിച്ച ഒരു തങ്ങളുണ്ട്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അതുപോലെ തന്നെ
ഞങ്ങളെല്ലാവരും ഒന്നായി മാറാൻ വേണ്ടി ഞങ്ങളുടെ മഹലിൽ നിന്ന് ഒരു ഖത്തീബുമുണ്ട്. ആ ഖത്തീബും ഇന്ന് ജീവിച്ചിരിപ്പില്ല. രണ്ടുപേരും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. പക്ഷേ അവിടെ ഒരുമയോടുകൂടി ഉണ്ടായിരുന്ന ഞങ്ങളൊക്കെ പരസ്പരം ഭിന്നിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആ മഹലിൽ ഖത്തീബായിരുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിലേക്ക് അടുത്ത ഒരുപാട് ആളുകൾ, പ്രായഭേദമന്യേ ധാരാളം ആളുകൾ അദ്ദേഹത്തിലേക്ക് കടന്നു വന്നു. എല്ലാവരും വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിലൂടെ ഒരുപാട് സൂഫി വര്യന്മാരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഒരുപാട് സൂഫി വിഷയങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. അങ്ങനെ വലിയ ഒരു സന്തോഷത്തോടു കൂടി ഓരോ ദിനങ്ങളും കടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു ദിവസം ഒരാളെ പരിചയപ്പെടുത്തി. ഒരു തങ്ങളാണ്. ഞാൻ പേര് പറയുന്നില്ല, കാരണം രണ്ടുപേരും മരണപ്പെട്ടു പോയി. പക്ഷെ ചില വിഷയങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ പണ്ഡിതന്മാർക്കിടയിലും ചില ഈഗോ കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. ഇവരൊക്കെ വലിയ നന്മകൾ പ്രസംഗിക്കുമെങ്കിലും ഇവർക്കുള്ളിലും ഒരു ഈഗോ ഉണ്ട്. താനാണ് വലുത്, മറ്റവൻ ചെറുത് എന്ന് പറയുന്ന ഒരു സംഭവം ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട്. അതിവരുമായിട്ട് സഹവസിക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും. എല്ലാവരുമല്ല, ചിലർ ഭയങ്കര പ്രസംഗമൊക്കെ നടത്തും, ഭയങ്കര സ്നേഹബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ ഇവരിൽ ഈ സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. നമ്മൾ തന്നെ ചെന്നാൽ മുഖം തിരിച്ച് ഗൗരവത്തിലിരിക്കുന്നവരെ കാണാം. ഞാൻ തന്നെ പലതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. ഇദ്ദേഹം ഒരു തങ്ങളാണ്, വലിയ ഒരു കഴിവുള്ള ഒരാളാണ്, ചികിത്സകനാണ്. അങ്ങനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. അങ്ങനെ ഞങ്ങളോട് ഒരു പ്രത്യേക വാക്കും കൂടി പറഞ്ഞു. അദ്ദേഹം വരുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് കൂടരുത്, അദ്ദേഹത്തിനെ അരികിലിരിക്കുകയും അദ്ദേഹത്തിനെ സ്നേഹിക്കുകയും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് താക്കീത് നൽകിയ ഞങ്ങളുടെ മഹലിലെ ഖത്തീബ്. അതനുസരിച്ചുകൊണ്ട് അദ്ദേഹം വരുമ്പോൾ ഞങ്ങളവരെ അവരുടെ അരികിൽ പോയിരിക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വളരെയധികം സ്വാതന്ത്ര്യവും എല്ലാ വ്യക്തികളിൽ നിന്നുള്ള സ്നേഹവും അവിടെ കിട്ടാൻ തുടങ്ങി. ഇതിനിടയിലാണ് ചില സംഭവങ്ങൾ മാറി മറിയുന്നത്. മഹലിലെ ഖത്തീബായിരുന്ന ഉസ്താദ് ആ മഹലിൽ വിട്ടു പോകുന്നു. അവിടുത്തെ കമ്മിറ്റിയുമായിട്ട് ചില വിഷയങ്ങൾ വന്നുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അദ്ദേഹം ആ നാട്ടിൽ നിന്ന് പോയപ്പോൾ ഞങ്ങളെല്ലാവരും വളരെയധികം പ്രയാസപ്പെട്ടെങ്കിലും ഞങ്ങൾക്കൊരു സമാധാനമുണ്ടായിരുന്നു. കാരണം അവർ പരിചയപ്പെടുത്തിയ തങ്ങൾ ഇടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ തങ്ങളിലൂടെ ഞങ്ങൾ എല്ലാവരും ആ ഒരു സൗഹൃദം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു കഥ കേൾക്കുകയാണ്. ഞങ്ങളുടെ മഹലിൽ നിന്നും പോയ ഖത്തീബ്, അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു സൂഫിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൂഫിയുടെ അവതാരമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു ആത്മീയമായ ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് അത് ലഭിക്കാനുള്ള കാരണം മഹാനായ സീം വലിയുള്ളാഹിയെ സ്നേഹിച്ചത് കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മാറ്റവും അദ്ദേഹത്തിൻ്റെ ചിട്ടകളുമൊക്കെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു തർക്കവുമില്ലാതെ അദ്ദേഹത്തെ കാണുമ്പോൾ അവിടെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് തങ്ങൾ കടന്നു വരികയാണ്. അവൻ കള്ളനാണെന്നും അവൻ തട്ടിപ്പ് കാണിക്കുകയാണെന്നും അവൻ ശരിയായ വഴിയിലല്ല എന്നും അവനിക്ക് മടവൂരിൽ നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല എന്നും, പക്ഷേ അങ്ങനെ മടവൂർ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് എനിക്കാണ് കിട്ടേണ്ടത്, ഞാനാണ് അവിടുത്തെ ഒന്നാമത്തെ മുരീദെന്ന് ഈ തങ്ങൾ ഒരു അഹംഭാവത്തോടു കൂടി പറഞ്ഞ ആ ഒരു സന്ദർഭത്തെ ഞാൻ ഓർക്കുകയാണ്.
അങ്ങനെ തങ്ങൾ ഈ കൂട്ടമായി നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു കാര്യം വെച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൻ അത്രയ്ക്ക് വലിയ സിദ്ധിയുള്ളവനാണെങ്കിൽ ഞാൻ ഒരു സാധനം തരും. ആ സാധനം കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്നിട്ട് പറയുക, തങ്ങളൊരു സാധനം തന്നിട്ടുണ്ട്, എന്താണെന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിടുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ കയ്യിൽ ഞങ്ങൾ പോലും കാണാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ രഹസ്യമായി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ആരെയും ഇത് കാണിക്കരുത്, അവർ കിടക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് പറയുക, തങ്ങൾ ഇങ്ങനൊരു സാധനം തന്നിട്ടുണ്ട്, എന്താണെന്ന് പറയാം. അപ്പോൾ ദൂരെ ഒരു വീട്ടിൽ കിടക്കുകയാണ് ഇദ്ദേഹം. ഈ തങ്ങൾ തന്ന സാധനവുമായി ഞങ്ങളെല്ലാവരും കൂടി കൂട്ടത്തോട് നടക്കുമ്പോൾ, ഇത് കൊടുത്തിരിക്കുന്ന ആൾ തങ്ങളോട് വലിയ കാരുണ്യം പുലർത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം എന്താണെന്ന് പോലും നോക്കാതെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു, ഞങ്ങളും നടക്കുന്നു. അങ്ങനെ നേരെ അവിടെ ചെന്ന് കയറിയപ്പോൾ എല്ലാവരെയും നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തങ്ങളെന്തെടുക്കുന്നു? അവിടെയുണ്ട്, വന്നിട്ടുണ്ട്. താങ്കൾ എന്താണ് തന്നത്, അതിങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വേഗം അത് നിങ്ങൾ കയ്യിലേക്ക് കൊടുത്തു. അത് വായിച്ചതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുത്തു. ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, എന്നെപ്പോലെ 1-2 പേർക്കും. കാരണം എന്താണ് കൊടുത്തു വിട്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് പോലും അറിയാതെ കിടക്കുന്ന ഒരാൾ തങ്ങൾ തന്നത് ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. തിരിച്ചു നടക്കുമ്പോൾ ചിലർ, ആ കൂട്ടത്തിൽ ചിലർ, തങ്ങളോട് വല്ലാതെ മുഹബത്തായി പോയ ചിലർ ഇദ്ദേഹത്തെ ചീത്ത പറയുന്ന കണ്ടു. കൊടുക്കരുതെന്നല്ലേ പറഞ്ഞത്? അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കൊടുത്തില്ലല്ലോ, എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയല്ലേ ചെയ്തത് കയ്യിലുള്ളത് ഇങ്ങോട്ട് തരാൻ. അപ്പം അദ്ദേഹം എങ്ങനെ അറിഞ്ഞു? അങ്ങനെ അവർക്കിടയിൽ തന്നെ ഒരു തർക്കം നടക്കുമ്പോൾ ഞങ്ങളും ഒപ്പം നടന്നുകൊണ്ട് ഈ തങ്ങളുടെ അരികിൽ വന്നു. തങ്ങളത് വേഗം ആരും കാണാതെ തന്നെ വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പെട്ടിയുണ്ട്, അതിലേക്ക് വെച്ചു. എന്തു പറഞ്ഞു? അപ്പോൾ ഉണ്ടായ സംഭവം വിവരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിഡ്ഢികൾ വിഡ്ഢികൾ വിഡ്ഢികൾ, കാണിക്കരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിന് കാണിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ചിരി വന്നു. അപ്പോൾ ഞങ്ങളും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മറ്റൊരു സാധനം എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ്, ചുരുട്ടി. ഇതൊരിക്കലും കാണിക്കരുത്, ഇതും കൊണ്ടുപോകൂ, ചോദിച്ചാൽ പോലും കൊടുക്കരുത്, എന്താണെന്ന് പറഞ്ഞിട്ടേ കൊണ്ടുവരുമ്പോൾ. അങ്ങനെ ചെന്നു. വീണ്ടും അടുത്ത യാത്ര. കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ട് പറഞ്ഞു. അദ്ദേഹം ചിരിക്കുന്നുണ്ട് അവിടെ, ഞങ്ങളെല്ലാവരെയും നോക്കി. സത്യത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാരണം എന്തിനാ ഇങ്ങനൊരു പരീക്ഷണം? തങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ അടുക്കൽ ഇരിക്കാതെ അവിടെ പോയി ഇരിക്കണമെന്നൊക്കെ പഠിപ്പിച്ച ആ വ്യക്തിയെ ഒന്ന് വന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ അദ്ദേഹം ഒരുക്കി കൊടുത്ത സൗകര്യത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിനെ പരിഹസിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം എന്തുമാകട്ടെ, കള്ളനോ വൃത്തികെട്ടവനോ എന്തെങ്കിലും ആകട്ടെ, ഇദ്ദേഹത്തിനെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണല്ലോ. അപ്പോൾ അദ്ദേഹം ചിന്തിക്കേണ്ടത്, അവിടെ വന്ന് അദ്ദേഹത്തെ കണ്ട് ബോധ്യപ്പെടുത്തി ആ കാര്യങ്ങളൊക്കെ എല്ലാവരും കാണെ സംസാരിച്ച്, അദ്ദേഹം അതല്ല ചെയ്തത്. ഇവിടുന്ന് കിട്ടിയ ആളുകളെയൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടാതെ അദ്ദേഹത്തിൻ്റെ കയ്യിലാക്കാൻ നോക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഈ കൊണ്ടുവന്ന സാധനം അവിടെ കയ്യിൽ മുറുകി പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിലൊരു സാധനം തന്നു വിട്ടിട്ടുണ്ട്, എന്താണെന്ന് പറയാമോ? എടുത്ത വഴിക്ക് അദ്ദേഹം പറഞ്ഞത് തമ്പാക്കാണ്, 5 ലോഹങ്ങൾ ചേർന്നൊരു സാധനമാണെന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് നടന്നു. ഇവിടെ വന്നപ്പോൾ അതേപോലെ തന്നെ വാങ്ങിച്ച് വേഗം പെട്ടിയിലേക്ക് വെച്ചു. ആരും കണ്ടില്ല എന്താ സാധനമാണ്. എന്ത് പറഞ്ഞു? അപ്പോൾ പറഞ്ഞു, തമ്പാക്ക് എന്ന് പറഞ്ഞു. ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, 5 ലോഹങ്ങൾ ചേർന്നുള്ളൊരു സാധനമാണെന്ന് പറഞ്ഞു. തമ്പാക്കാണ് പോലും, മറ്റതാണ് മറിച്ചാണ്. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം കയറി. ഞാൻ പറഞ്ഞു, എങ്കിൽ ആ കൊടുത്തുവിട്ട സാധനം ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് കാണിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഞാൻ വയലൻ്റായി. ഞാൻ പറഞ്ഞ അത് കാണിക്കാതെ ഇവിടുന്ന് ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ പ്രശ്നങ്ങളായപ്പോൾ തങ്ങളെ വല്ലാതെ മുഹബത്തായി പോയ കുറച്ച് ആൾക്കാർ അവർ നമ്മളെ ഉന്തിത്തള്ളി മാറ്റി
തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു. പക്ഷെ അവിടെ നിന്ന് ആ തങ്ങളോടുള്ള വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കുറേ പേര് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോന്നു. ഇന്ന് ഈ പറയുന്ന തങ്ങൾക്ക് മക്ബറയുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഞാനിത് പറയാനുള്ള കാരണം, ഒരാൾ ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ പോലും അന്വേഷിക്കാതെ കുറേ ആലിമീങ്ങളുണ്ട്. ഔലിയാക്കന്മാരെയൊക്കെ ഭയങ്കര മുഹബ്ബത്തിൽ ഇവരൊക്കെ പ്രസംഗിക്കും, അവരെക്കുറിച്ചിട്ട് പാടി പുകഴ്ത്തും. പക്ഷേ ഒരു സൂഫി ഇവിടെ ഉണ്ടെങ്കിൽ ഇവരംഗീകരിക്കില്ല, മരിക്കണം. ഇപ്പം നമ്മുടെ പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് തന്നെ നോക്കിയാൽ നമുക്ക് കാണാം. ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ നോക്കൂ. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിനെ പരിഹസിച്ച് അദ്ദേഹത്തിന് എല്ലാ തരത്തിലും വൃത്തികേടാക്കി മാറ്റി. മരിച്ചപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് പാടിപ്പുകഴ്ത്തുന്നത് ആരാണ്? ഈ കുറ്റം പറഞ്ഞവർ തന്നെ. ഇത് തന്നെയാണ് ഈ സൂഫിസത്തിൽ നടക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ കള്ളനാണ്, പറ്റിക്കലാണ്, അവൻ ആളെ വഞ്ചിക്കാൻ നടക്കുകയാണ്, ഇവരെക്കുറിച്ചൊന്നും പഠിക്കില്ല. പറയാനുള്ള കുറ്റം മുഴുവനും അങ്ങ് പറഞ്ഞു കൂട്ടും, ഒരാളെ അങ്ങോട്ട് അടുപ്പിക്കില്ല. ലാസ്റ്റ് അവർ മരണപ്പെട്ട് ഒരു മക്ബറയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായി? പിന്നെ അവരെക്കുറിച്ചൊരു വാദാണ്. പിന്നെ ഇല്ലാത്ത കറാമത്ത്, നമ്മൾ പോലും കൂടെ നടന്ന നമ്മൾ പോലും കേൾക്കാത്ത കറാമത്തുകളൊക്കെ ഇവരങ്ങോട്ട് സ്വയം സൃഷ്ടിക്കാൻ തുടങ്ങും. അങ്ങനത്തെ കുറേ ആലിമ്യങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് മൊത്തത്തിൽ ജനങ്ങൾ തന്നെ മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലായി പോണതും ഈ പറയുന്ന മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പറയണത് വളരെ ശരിയാണെന്ന് തോന്നിക്കൊണ്ട് ഒരുവിധം ആശ്വസിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ വിശ്വസിച്ച് നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ ചാഞ്ചാടി തെറ്റിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. അപ്പം ഞാൻ ആദ്യം തുടക്കം പറഞ്ഞത് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവനിക്ക് നേർവഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പോൾ നമ്മളൊക്കെ മുസ്ലിങ്ങളായി കുറേ പേര് ലോകത്തുണ്ട്. ഈ മുസ്ലിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എല്ലാവരുമല്ല. ഈ പറഞ്ഞ സൂക്ഷ്മത പാലിക്കുന്നവൻ. അപ്പോൾ നമുക്ക് ഒരു കുട്ടി, അവനിക്കൊന്നിനെക്കുറിച്ചും അറിയില്ല, അറിയാത്തപ്പോൾ അവൻ ഓടുന്നു, മറിഞ്ഞു വീഴുന്നു. അങ്ങനെ ഓരോരോ മറിഞ്ഞു വീഴലിലൂടെയാണ് അവൻ പിന്നെ മറിഞ്ഞു വീഴാതെ നടക്കാൻ ശ്രമിക്കുന്നത്. തെറ്റുകൾ പറ്റുമ്പോഴാണ് തെറ്റ് ചെയ്യാതെ നടക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പലതും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അത് അവനിക്ക് അപകടമായി തോന്നുന്നു, അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നു, അതിൽ നിന്ന് ബന്ധിക്കുന്നു. ചിലരെന്ത് ചെയ്യുന്നു? അത് ആസ്വദിച്ചു കൊണ്ട് നടക്കുന്നു. അപ്പോൾ അത് ആസ്വദിച്ചു കൊണ്ട് നടക്കുന്നവരും അതുപോലെ തന്നെ ഇതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി പറ്റിപ്പോകും. പിന്നെ അത് തിരിച്ചറിയും, അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പിന്നെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുന്ന വളരെ കുറച്ച് ആളുകൾ. ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ ജീവിതത്തിൻ്റെ സുഖം നോക്കി നടക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ സുഖത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്, ആ സുഖം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നവരാണ്. നിസ്കരിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഡിഷാൻറ്റിനെ പൊക്കി മുകളിലേക്ക് വെച്ചിട്ട് പിന്നെ പ്രാർത്ഥനയാണ്. എന്താണ് ഈ ഡിഷാൻറ്റി? 2 കൈയും മേപ്പോട്ട് വെക്കുക, കണക്ഷൻ റെഡിയാകണമല്ലോ. എന്നിട്ട് കുറേ ചോദ്യങ്ങളാണ്. വീട് ശരിയാക്കണം, കുട്ടികൾ ശരിയാകണം, മക്കൾ ശരിയാകണം, അത് ശരിയാണ്, ഇത് ശരിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം സൃഷ്ടിയാണെങ്കിൽ ഈ സൃഷ്ടികളെല്ലാം എങ്ങനെ വളരണമെന്ന് അവൻ അപ്പം നിന്ന് കൊടുക്കണം. ഈ നിന്ന് കൊടുക്കലാണ് ഇബാദത്തിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പള്ളിയുടെ അകത്ത് കയറിയിട്ട് കൈ കെട്ടിയിട്ട് മറ്റൊരു ചിന്തയില്ലാതെ റബ്ബിലേക്ക് സ്വയം സമർപ്പിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ വളർന്നോളൂ. പക്ഷേ മനസ്സ് ശരിയായ രൂപത്തിൽ സമർപ്പിച്ച് നിൽക്കുന്ന എത്ര പേരുണ്ട് പള്ളിയുടെ ഉള്ളിൽ? നമ്മൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ തന്നെ നമ്മളിലേക്കൊന്ന് നോക്കിയാൽ മതി. ഇപ്പം ഞാനൊക്കെ നിസ്കരിക്കുന്ന ആ ഒരു പ്രായത്തിൽ നിങ്ങൾ കടന്നു വന്നപ്പോഴൊക്കെ കൈകെട്ടുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ റോട്ടിൽ ചിലപ്പോൾ കണ്ട പോസ്റ്ററുകളോ അല്ലെങ്കിൽ മറ്റു കാഴ്ചകളോ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള കാര്യം ഒക്കെ ഇങ്ങനെ മിന്നിമറിയും മനസ്സിൻ്റെ ഉള്ളിൽ. പക്ഷെ അതെല്ലാം വരുമ്പോൾ അതിനെ മാറ്റി നമ്മൾ ഈ എന്താ പറയുക, പാല് കടഞ്ഞ് വെണ്ണ എടുക്കുന്നത് പോലെ നമ്മളെ ഒന്ന് കടഞ്ഞ് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി എടുക്കണം. ആ ശുദ്ധമാക്കിയ നാവ് കൊണ്ട്, ശുദ്ധമായ മനസ്സുകൊണ്ട് ദുആ ചെയ്താലേ ഉത്തരമുണ്ടാവുകയുള്ളൂ. ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അവൻ പൊറുക്കും.
പക്ഷേ തെറ്റുകൾ വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും പൊറുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഉത്തരം കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറ്റം പറയുന്നവർക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കുറ്റം പറയുന്നവരും കുറ്റം ചെയ്യുന്നവരും ഇവിടെ നല്ലവരെന്ന് പറയാൻ ആരുമില്ല. ഇബ്രാഹിം നബി അതിൻ്റെ സത്യത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ അവരെ ഉപദ്രവിക്കാൻ വന്നവർക്ക് കുഴപ്പം സംഭവിച്ചു. കാരണം അവർ സത്യമായിരുന്നു. മൂസാ നബി സത്യമായിരുന്നു, അതുകൊണ്ട് ഫറവോക്ക് നഷ്ടം സംഭവിച്ചു. അപ്പോൾ സത്യത്തിൻ്റെ നേരെ ആര് വാളെടുത്താലും അവൻ തകർന്നടിഞ്ഞ് വീഴും. പക്ഷെ ഇവിടെ സത്യമില്ല, അതുകൊണ്ടൊന്നും കാണുന്നില്ല. അതാണ് സത്യം. അപ്പോൾ സത്യങ്ങളായി മാറിയാൽ, ഒരു മനുഷ്യൻ നന്മയുള്ള മുഅ്മിനായി മാറിയാൽ, ആ മുഅ്മിനായ മനുഷ്യനെ ഉപദ്രവിക്കാൻ ആരെങ്കിലും മനഃപൂർവ്വം ശ്രമിച്ചാൽ അപ്പോൾ അവിടെ കറാമത്തുണ്ടാകുമെന്നുള്ളത് അനുഭവത്തിലൂടെ ഞാൻ കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെയെല്ലാം വളരെ ഗൗരവമായി മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഒക്കെ കഴിയണം. അല്ലാണ്ട് ഞാൻ മുസ്ലിമാണ്, തലയിൽ തട്ടനിട്ടുണ്ട്, എനിക്ക് താടിയുണ്ട്, ഞെരിയാണിക്ക് മുകളിൽ തുണിയാണ് കൊടുത്തിരിക്കണം, എനിക്ക് ഓതാനറിയാം, ഖുർആൻ മനഃപ്പാഠമാക്കി, ഞാൻ ഹാഫിളാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. സ്വന്തം ജീവിതത്തിൽ ഒരു ഈഗോ ഇല്ലാതെ കാരുണ്യമുള്ളൊരു മനസ്സ് നമുക്കെന്ന് നമ്മളിൽ പ്രകടമാകുന്നുവോ അപ്പോൾ അള്ളാഹ് നമ്മളോടൊപ്പമുണ്ട്. നമ്മളിൽ എപ്പോൾ കിബറുണ്ടോ അപ്പോൾ അള്ളാഹ് നമ്മുടെ ഉള്ളിൽ നിന്നും പോകും. അപ്പോൾ കിബറില്ലാത്തൊരു മനസ്സ്, അഹങ്കാരമില്ലാത്ത മനസ്സ്, എവിടെയും താൻ ചെറുതാണെന്നുള്ള ഒരു കാഴ്ചപ്പാട്. പണ്ട് പാർക്കിലൊക്കെ പോയിരിക്കുമ്പോൾ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പാർക്കിൽ പോയിരിക്കുമ്പോൾ പല കളികളും കളിക്കുന്നത് കാണാം. അതിലൊരു കളി, ഓരോ നാട്ടിലും ഓരോരോ പേരുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ കണ്ട ഒരു കളി, 2 കുട്ടികൾ ഒരു പലക ഇങ്ങനെ ഇട്ടിട്ട് സീസ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഓരോരുത്തരും എന്താണ് അതിന് പേരിട്ടിരിക്കണമെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. എങ്കിലും ഞാൻ കണ്ട ഒരു ഗെയിം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഗെയിം. 2 കുട്ടികൾ ഒരു പലകയുടെ അറ്റത്ത് ഇരുന്നു കൊണ്ട്, ഒരാൾ താഴുമ്പോൾ മറ്റേ ആൾ പൊങ്ങുന്നു, ഇവൻ താഴുമ്പോൾ മറ്റേ ആൾ പൊങ്ങുന്നു, അങ്ങനെ അവർ കളിക്കുകയാണ്. ഞാൻ അതിലേക്ക് കുറേ നേരം നോക്കിയിരുന്നു. എത്ര മനോഹരമായ കളി! ഒരാളെ ഉയർത്താൻ വേണ്ടി മറ്റവൻ താഴുന്നു, അവനെ ഉയർത്താൻ വേണ്ടി ഇവൻ താഴുന്നു. ഈ പരസ്പര താഴലാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. അപ്പോൾ എല്ലാവരും ഉയരും. അതിനാരും താഴാൻ തയ്യാറല്ല, അതാണ് പ്രശ്നം. എല്ലാവർക്കും അവരവരുടെ നോളജ്, ഞാൻ വലിയ അറിവുള്ളവനാണ്, അല്ലെങ്കിൽ ഞാൻ പണമുള്ളവനാണ്, അങ്ങനെ ഓരോ രീതിയിലുള്ള അഹങ്കാരങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ഈ യാത്ര നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കാരുണ്യം എന്ന് പറയുന്നൊരു സംഭവം അവിടെ ഉണ്ടാകുന്നില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഉണ്ടാകുന്നില്ല. പെരുന്നാളൊക്കെ വരുമ്പോൾ ഓരോ പോത്തിനെ കൊണ്ടുവന്ന് കെട്ടിയേക്കണം കാണാം, വലിയ വലിയ പോത്തുകൾ. ഒരു സദക്ക കൊടുക്കുമ്പോൾ അതതിൻ്റെ ശുദ്ധിയോടുകൂടി കൊടുക്കണമെന്നാണ്. പക്ഷെ അവിടെയും ചില ആളുകൾ സംസാരിക്കുന്നതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആ പോത്ത്? ഞാൻ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, മറ്റു പോത്തുകളേക്കാൾ സൂപ്പറല്ലേ ഇത്? ആ കൊടുക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? അപ്പോൾ അത് കൊടുത്തവനും അത് വാങ്ങി തിന്നുന്നവനും ഒക്കെ കുഴപ്പത്തിലാണ്. കൊടുക്കുന്നത് നന്മയോടുകൂടി കൊടുക്കാൻ ശ്രമിക്കുക, അതിൽ കിബർ കാണിക്കാതിരിക്കുക. അപ്പോഴാണ് റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ റബ്ബിൻ്റെ അനുഗ്രഹം ഇല്ലാതെ ആയി പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ റബ്ബിനെ ആരും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എല്ലാവർക്കും അറിവുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ അറിയില്ല. പരിഹസിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനൊരു നോളജിൻ്റെ ആവശ്യമില്ല. അല്ലാഹു തആല അത്തരം കൂട്ടിൽപ്പെടാതെ അവനെ മനസ്സിലാക്കാനും അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും നമുക്ക് പറ്റിപ്പോയ തെറ്റുകുറ്റങ്ങൾക്ക് തൗബ ചെയ്തുകൊണ്ടും ഓരോ ദിവസങ്ങളെയും അവൻ്റെ സ്നേഹത്തെ, അവൻ്റെ ആ മുഹബ്ബത്തിനെ നമ്മളിലേക്ക് ആകർഷിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മരിക്കണ വരെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. ജീവിതം ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അള്ളാഹു നല്ല ബുദ്ധിയും നല്ല ചിന്തയും എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും നൽകട്ടെ. നല്ല കൂട്ടരുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ സംസാരിക്കാം. ഞാനൊരു
യാത്രയിലായിരുന്നു. ഊട്ടിയിൽ ഒരു ടീ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഒരു ദർഗയുണ്ട്. ഒരു മഹാ സൂഫി വര്യൻ്റെ ദർഗയാണ്. ഇന്നലെ അങ്ങനെ ഒരു യാത്ര പോയി. അങ്ങനെ അവിടെ ആ മക്കാമിലൊക്കെ പോയി സിയാറത്തൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. സാധാരണ ഊട്ടിയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഊട്ടിയിലേക്ക് പോകുന്നത് ടൂർ പോകലാണ്, എല്ലാ സ്ഥലങ്ങളും കാണാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഊട്ടിയിലേക്ക് പോയത് ആ മക്ബറയിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് അതേപോലെ തന്നെ തിരിച്ചു പോന്നു. എങ്കിൽ അവിടെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മളതിന് പോയില്ല. ഒരിക്കൽ ഞങ്ങളെല്ലാവരും കൂടി ടിപ്പു സുൽത്താൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഒരു ടെമ്പോ ട്രാവലർ ബുക്ക് ചെയ്തു. അങ്ങനെ ട്രാവലറുകാരൻ വന്നു, മൈസൂർക്ക് പോകാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ട്രാവലർ പുറപ്പെട്ടു. മൈസൂരെത്തി, ടിപ്പു സുൽത്താൻ്റെ മക്കാമിലെത്തി സിയാറത്ത് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്? നേരെ വീട്ടിലേക്ക്. അല്ല, അപ്പോൾ വേറെ സ്ഥലങ്ങളൊന്നും കാണുന്നില്ലേ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ടൂറിസ്റ്റല്ല, ഞങ്ങൾ അവിടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ടൂറ് അല്ല, ഇത് സിയാറത്താണ്. അദ്ദേഹത്തിന് അത്ഭുതമായി. ഇത്രയും ദൂരം ഒരു ട്രാവലർ ഓടിച്ചു വന്നിട്ട് അവിടുത്തെ പൂന്തോട്ടും പൂങ്കാവനും ഒന്നും കാണാതെ, അവിടുത്തെ കോട്ടകൾ കാണാതെ പോകുന്ന ഒരു വിഭാഗത്തിനെ കണ്ട് അദ്ദേഹത്തിന് തന്നെ അതിശയം തോന്നിയ ഒരു സന്ദർഭം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് മാത്രം പോവുക. പലതും ഉണ്ടാകും കാണാൻ. അതൊക്കെ കണ്ട് ആനന്ദിച്ചു കഴിഞ്ഞാൽ ആനന്ദങ്ങളുണ്ടാകും. അതൊരു ഭൗതികമായ താൽക്കാലിക താല്പര്യം മാത്രമാണ്. പക്ഷേ ഇത് എന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു ഇത്തരം കാഴ്ചപ്പാടുകളിലൂടെ കടന്നു പോകാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. പരിഹസിക്കുന്നവർക്ക് പരിഹാസമാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയും ഒരു വിഭാഗം വേണം. കാരണം ഒരു ചെടി കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നട്ടാൽ അതിൽ നല്ലൊരു പുഷ്പം കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളതിൻ്റെ ചോട്ടിൽ വളമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ വളം എന്ന് പറയുന്നത് വേസ്റ്റാണ്. അപ്പോൾ വേസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് ഈ ചെടി നന്നായിട്ട് വളർന്നു വരുള്ളൂ. അത് നല്ല ഒരു പൂവുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 1 കിലോ അരി വാങ്ങി ചോറൊക്കെ വെച്ചിട്ട് അതിൻ്റെ ചോട്ടിൽ കൊണ്ട് ഇടൂലല്ലോ. അപ്പോൾ വേസ്റ്റാണ് ഇടാറുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മുഅ്മിനായ ആളുകൾ വളരാനായിട്ട് വേസ്റ്റുകൾ വേണം. അത്തരം വേസ്റ്റുകൾ പരിഹസിച്ചുകൊണ്ടിരിക്കും. നമ്മളതിനെ വളമായി കണ്ടാൽ മതി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ.